പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ വൈദികനായത് 1976 ഒരു കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ ലോക സുവിശേഷീകരണം എന്ന ഒരു വചനം സന്ദേശമായി പരിശുദ്ധാത്മാവ് ഇങ്ങനെ നൽകി: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും. വിശ്വസിക്കാത്തവരോ കുറ്റക്കാരായി വിധിക്കപ്പെടും. കോടാനുകോടി മനുഷ്യർ എങ്ങനെ അവരെ ദൈവം നരകത്തിൽ കൊണ്ടുപോയിടും? വിശ്വസിക്കാത്തവരെ. അതിനുള്ള പ്രതിവിധിയാണ് കരുണയുടെ ജപമാല. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ലോകം മുഴുവനും പാപമോചനം മേടിച്ചു കൊടുക്കാനുള്ള ഒരു അതിഭയങ്കരമായ അതിശ്രേഷ്ഠമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 29-ാമത്തെ വയസ്സിൽ വൈദികനായി, 30-ാമത്തെ വയസ്സിൽ ലോക സുവിശേഷീകരണത്തിൻ്റെ വചനം ഇപ്രകാരം എൻ്റെ ഉള്ളിൽ പതിഞ്ഞു: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. ഇത് അസാധ്യമായ കാര്യമാണോ സാധ്യമായ കാര്യമാണോ? ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ശുശ്രൂഷ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അധികാലത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഡിവൈൻ മേഴ്സി ജീസസിൻ്റെ ഒരു വലിയ പടം എൻ്റെ മുറിയുടെ അടുത്ത മുറിയിലുണ്ട്. ഞാൻ ആ ഡിവൈൻ മേഴ്സിയുടെ കാൽപാദത്തെങ്കിൽ തൊട്ട് ഇപ്രകാരം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു: 800 കോടി ജനം, അത്രയല്ലേ ഉള്ളൂ തൽക്കാലം നിങ്ങൾ കരുതുന്നു, 800 കോടി ജനങ്ങളെ ഓരോരുത്തരെയും എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ. അതൊരു ദർശന പുസ്തകത്തിൽ കണ്ടെത്തിയതാണ്. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പേരുള്ള 15,000 പേജുള്ള ദർശന പുസ്തകത്തിൽ ഈശോ പറയുന്നതാണ്: എൻ്റെ തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 800 കോടി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അല്ലെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യം 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് ഉണ്ടെങ്കിൽ 800 കോടി ജനങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാം. സങ്കീർത്തനം 48:10: ദൈവമേ, അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. ദൈവമേ, അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ലോക സുവിശേഷീകരണത്തിൻ്റെ സന്ദേശം ഇതിൻ്റെ മർക്കോസ് 16, 15, 18, 20 അതിലിങ്ങനെ കൂടെ പറയുന്നുണ്ട്: വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും, പുതിയ ഭാഷകൾ സംസാരിക്കും. ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിലായിട്ടില്ല. രോഗികൾ സുഖപ്പെടുന്നത് 1 കൊല്ലമായി അച്ഛനായിട്ടെങ്കിലും. എന്നാൽ ഈ സന്ദേശം കിട്ടി 2-3 മാസങ്ങൾക്കുള്ളിൽ ആയിരിക്കണം രോഗികൾ അത്ഭുതകരമായി സുഖപ്പെടുന്നത് കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. മദ്യപാനികൾ ഏതാനും മിനിറ്റ് നേരത്തെ പ്രാർത്ഥന, ഡെലിവറൻസ് പ്രെയർ കൊണ്ട് പൂർണ്ണമായ മോചനം പ്രാപിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ പൈശാചിക പീഡകൾ വിട്ടുപോകുന്ന അനുഭവം, രോഗികൾ സുഖപ്പെടുന്ന അനുഭവം. ഈ കാലയളവിൽ കരിസ്മാറ്റിക് ധ്യാനം കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. രോഗശാന്തികൾ നടക്കുന്നു, ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്നു. എന്നെയും കരിസ്മാറ്റിക് വചനപ്രഘോഷണ ടീമിലേക്ക് സ്വാഗതം ചെയ്യുകയും
അവരുടെ കൂടെ കൂടി എന്തൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് എന്ന മർമ്മപ്രധാനമായ സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. യേശു ഏകരക്ഷകൻ, അതുപോലുള്ളത് ഊന്നൽ കൊടുത്ത് പറയുമായിരുന്നില്ല. എന്നാൽ കരിസ്മാറ്റിക് ധ്യാനത്തിൽ വന്ന ശേഷം യേശു ഏകരക്ഷകൻ, പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഈ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ്സുകൾ ഒരുങ്ങാനും തുടർന്ന് 6 കൊല്ലത്തോളം കരിസ്മാറ്റിക് ടീമുകളുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളിൽ ഞാൻ വ്യാപരിച്ചു. ഞാൻ അന്ന് എറണാകുളത്തുള്ള വിൻസെൻഷൻ ആശ്രമത്തിൽ താമസിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൊല്ലങ്ങൾ 6-7 കടന്നു പോയപ്പോൾ വിൻസെൻഷൻ ക്ഷമയുടെ ജനറാളച്ചൻ ഫാദർ ജോർജ് കമ്മട്ടിലും ഒരു കൗൺസിലറും കൂടെ എറണാകുളത്ത് എന്ന് പറഞ്ഞു, അച്ഛനെ ഇതുവരെ കരിസ്മാറ്റിക് ധ്യാനത്തിന് പോകാൻ ഞങ്ങൾ അനുവദിച്ചു, ഇനി വിൻസെൻഷൻ സഭയുടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഫോളോ അപ്പ് സെൻറ്ററിലേക്ക് അച്ഛൻ വരണം. അങ്ങനെ 1984 കോട്ടയിൽ പുതിയതായിട്ട് പണിതീർത്ത ധ്യാനമന്ദിരത്തിൻ്റെ ചേർന്നുള്ള ശുശ്രൂഷയ്ക്കായി എന്നെ അയച്ചു. അക്കാലത്ത് മനുഷ്യന്മാരാരും താമസിച്ചുള്ള ധ്യാനത്തിന് വരുന്ന കാലം ആയിരുന്നില്ല. സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും വാർഷിക ധ്യാനം ഉള്ളതുകൊണ്ട് അവർ വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 60 മുറിയുള്ള ധ്യാനത്തിൽ 6 പേര് പോലും വരാനില്ല, ഒരാൾ പോലും വരാനില്ല. എന്നാൽ ധാരാളം പേര് പോട്ട വിൻസെൻഷൻ ആശ്രമത്തിൽ ദിവസത്തിൽ ഉടനീളമെന്ന് പറയാൻ പലപ്പോഴായിട്ട് കൗൺസിലിംഗ് നടത്തി തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. മദ്യപാനം, ഭർത്താവിൻ്റെ മദ്യപാനം നിർത്താൻ വരും, നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ഫോർമുല പറഞ്ഞു തന്നു. ഇങ്ങനെ കൗൺസിലിങ്ങിന് വരുന്നവരോട് പറയുക, നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ 5, 10, 15 അപേക്ഷകൾ എഴുതി രൂപക്കൂട്ടിലോ പ്രാർത്ഥനാ പുസ്തകത്തിലോ വെക്കുക. മിക്കവാറും എല്ലാം അധികവും ഭൗതികമായ അപേക്ഷകളായിരിക്കാം. തക്ക സമയത്ത് കർത്താവ് നിറവേറ്റി തരും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? വീട്ടിലൊരു മദ്യപാന തകർച്ച ഉണ്ടെങ്കിൽ ഇതേപോലെ മദ്യപാന തകർച്ചയുള്ള 1000, 10,000 കുടുംബങ്ങളെ കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ തരത്തിലുള്ള രോഗങ്ങളുമായിട്ട് വരുന്നവരും സാമ്പത്തിക തകർച്ചകളുമായിട്ട് വരുന്നവരോടും പറഞ്ഞു കൊടുക്കുക, ഈ തകർച്ചകളെ ഓർത്ത് ദുഃഖിച്ച് സമയം കളയേല, സ്തുതിക്കുന്നു. ഞങ്ങളെപ്പോലെ തകർച്ചയുള്ള, ഞങ്ങളെക്കാൾ തകർച്ചയുള്ള 1000, 10,000 കുടുംബങ്ങളെ ഒന്ന് തിരുരക്തം കൊണ്ട് കഴുകണമേ. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും കഴുകിക്കളയും. ഒന്ന് പറഞ്ഞേ, 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം, ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും കഴുകിക്കളയും. ഈ 1000, 10,000 വേണ്ടി മധ്യസ്ഥം വഹിക്കുക, അല്ലെങ്കിൽ 1000, 10,000 കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുക, സ്നേഹ ശുശ്രൂഷയിൽ വളരുക. അതിൽ ദൈവം സംപ്രീതനാണ്. ഈ പ്രാർത്ഥന അകലെ നിന്ന് വരെ ഉള്ള ആൾക്കാർക്ക് പൈശാചിക പീഡകളിൽ നിന്ന് ഡെലിവറൻസ് കൊടുക്കാൻ തുടങ്ങി. 60 പേരുള്ള മുറിയുള്ള ധ്യാനമന്ദിരം നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുകയില്ല. 600 പേരായി. വൈകുന്നേരം കിടത്താൻ സ്ഥലമില്ലായിട്ട് അടുത്ത ഗവൺമെൻറ് സ്കൂളിലും കൊണ്ടുപോയി ആൾക്കാരെ കിടത്തി കാലത്ത് കൊണ്ടുവരും, വൈകുന്നേരം ബസ്സിന് കൊണ്ടുപോയി വിടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു വലിയ ധ്യാന മന്ദിരം വേണം എന്നുള്ള അത്യാവശ്യകത വന്നതും. ആ സമയത്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഡിവൈൻ ഹോസ്പിറ്റൽ കടത്തിലാണ്, മുന്നോട്ട് പോകുന്നില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ട്രസ്റ്റീസ് കൂടി തുടങ്ങിയതാണ്.
അവർക്കത് വിറ്റ് കളയണമെന്നുണ്ട്. ആ സമയത്ത് ദൈവം ഇടപെട്ട് ആ ഡിവൈൻ ഹോസ്പിറ്റൽ നമുക്ക് വാങ്ങിക്കുവാൻ കുണ്ടുകളൻ മരിച്ചുപോയ കുണ്ടുകളൻ പിതാവ് മധ്യസ്ഥം വഹിച്ചു. ആദ്യത്തെ ധ്യാനത്തിന് 500 സിസ്റ്റേഴ്സ്, പിറ്റത്തെ ധ്യാനത്തിന് 500 കുടുംബജീവിതക്കാർ. അന്ന് തുടങ്ങിയ ധ്യാനം ഇപ്പം എത്ര കൊല്ലമായി? 26 36 കൊല്ലം, 7 ഭാഷകളുള്ള ധ്യാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ജനപ്രവാഹം കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്കും ധ്യാനം നടക്കുന്ന സ്ഥലത്തേക്കും വരാൻ ഇടയാക്കിയത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. എന്നാൽ അത് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന മാത്രമല്ല. റോമ 8:34 മരിച്ചുയർത്ത യേശു 2000 കൊല്ലമായിട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിച്ച് പാപമോചനവും പരിശുദ്ധാത്മാവിനെയും നിതരാം വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ മധ്യസ്ഥ പ്രാർത്ഥനയോട് ചേർന്നാണ് നമ്മളും മധ്യസ്ഥം വഹിക്കുന്നത്. യേശുവിൻ്റെ അനന്തയോഗ്യതയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയോട് ചേർന്ന് നമ്മളും മധ്യസ്ഥം വഹിക്കുകയാണ്. ഈ കൺവെൻഷന് 4000 പേരാണെങ്കിൽ ധ്യാനം കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് കേട്ടതെല്ലാം മറക്കുന്ന ഒരു വരം ഉണ്ട്. അതങ്ങനെയാണ് മനുഷ്യ പ്രകൃതി. കേട്ടതിൽ മിക്കവാറും മറക്കും. ചുരുക്കം ചിലർ വചനമൊക്കെ കുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അധ്വാനിച്ച് പഠിക്കും. മറക്കാതിരിക്കാനും നിലനിൽപ്പിന് വേണ്ടിയും ഒരു ഫോർമുല ഞാൻ നിങ്ങളോട് പറയാം. മാനവരാശിക്ക് ദൈവം നൽകിയ ഏറ്റവും ആദ്യത്തെ കൽപ്പന, ആദം ഹവ്വായിലൂടെ നൽകിയ കൽപ്പന, ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദ എർത്ത്. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമി മുഴുവൻ നിറയണം. ഈ 4000 പേർക്ക് ഒരു 10 ബന്ധുമിത്രാദികൾ ഉണ്ടാകുകയില്ലേ? ഉണ്ടോ? അപ്പം 4000 ഗുണം 10 എത്രയായി? 40,000. അപ്പം 4000 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കുറച്ച് കഴിയുമ്പം പ്രാർത്ഥന നിർത്തും. നിങ്ങളുടെ തന്നെ ബന്ധുക്കളും കൂട്ടിയുള്ള 40,000 ആണെങ്കിൽ അത് ഒരു മേശപ്പുറത്ത് ഒരു കടലാസയിലോ ബുക്കിലോ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയാണ്. കരിസ്മാറ്റിക് കൺവെൻഷൻ കൂടിയ 4000 പേര്, അവരുടെ ബന്ധുപുത്രാദികളോട് 40,000 പേരെ അനുഗ്രഹിക്കണമേ, തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ, സാമ്പത്തിക തകർച്ചയിൽ നിന്ന്, ദാരിദ്ര്യ പീഡയിൽ നിന്ന് മോചനം നൽകണമേ. എത്ര പേർക്ക്? 40,000 പേർക്ക്. ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ എന്നാ. അപ്പം 4000 × 10 ഒരു ലൈൻ. അതിൻ്റെ താഴെ 4000 × 100. നമ്മുടെ ചുറ്റുമുള്ള നാനാജാതി മതസ്ഥരായ 100 പേര്. അതിൻ്റെ താഴെ 4000 × 1000 എന്ന് എഴുതുകയാണെങ്കിൽ എത്രയായി? 4000 40,000 4 ലക്ഷമായി. നമുക്ക് ഉത്സാഹം കൂടും. ഒരു നിമിഷം കൊണ്ട് 4 ലക്ഷം പേരെ, 40 ലക്ഷം പേരെ സുവിശേഷവൽക്കരിക്കാനുള്ള മഹത്തായ വരദാനങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം. അതൊരാനന്ദമായിരിക്കും നമുക്ക്. കാരണം നമുക്കൊന്നും, എല്ലാവർക്കും ഒന്നും വചനപ്രഘോഷണം നേരിട്ട് നടത്താൻ കഴിവ് കാണണമെന്നില്ല. എന്നാൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള വരം മിക്കവാറും എല്ലാവർക്കും തന്നെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പറയുകയാണ്, കോട്ടയിൽ 60 പേർക്കുള്ള ധ്യാനമന്ദിരം ശൂന്യമായി കിടന്നപ്പോൾ കർത്താവ് നൽകിയ ഒരു ഫോർമുലയാണ്, ഞങ്ങളെക്കാൾ തകർച്ചയുള്ള, ഞങ്ങളെപ്പോലെ തകർച്ചയുള്ള 1000 10,000 പേരെ, 10,000 കുടുംബങ്ങളെ, അങ്ങനെ 1000 10,000 വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിദൂരങ്ങളിലേക്കും കർത്താവിൻ്റെ അഭിഷേകം കടന്നു ചെല്ലുകയും ഡെലിവറൻസ് കിട്ടി ആൾക്കാർ ഇങ്ങോട്ട് വരികയും ചെയ്തു. ഞാനൊരിക്കൽ എൻ്റെ മുറിയുടെ പുറത്ത് റോഡിലേക്ക്, നമ്മുടെ ഇൻസൈഡ് റോഡിലേക്ക് ഇറങ്ങുന്നിടത്ത് നിൽക്കുമ്പോൾ 8 പേരുണ്ട് അവിടെ നിൽപ്പ്.
ഞാൻ മധ്യവയസ്കരും ചെറുപ്പക്കാരുമാണ്. ഒരാൾ പറഞ്ഞു, എൻ്റെ പേര് ജഹാംഗീർ എന്നു പറഞ്ഞു. നീ എങ്ങനെ ഇവിടെ വന്നു? അവൻ പറഞ്ഞു, എൻ്റെ തലയ്ക്കകത്ത് 2 മുഴ 2 കൊല്ലമായിട്ട് ചികിത്സ വെല്ലൂർ ക്രിസ്ത്യൻ കോളേജിൽ മെഡിക്കൽ കോളേജ് വരെ പോയി, സുഖപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മലപ്പുറം അപ്പുറയുള്ള ഒരു കത്തോലിക്ക അച്ഛൻ ആ ഭാഗത്തും കണ്ടാണ് എന്നോട് പറഞ്ഞു ഡിവൈനിൽ പോവുക. ഡിവൈനിൽ വന്നപ്പോൾ അത് ബുധനാഴ്ചയായിപ്പോയി. ഗേറ്റ് കീപ്പർക്ക് അറിയത്തില്ല രോഗിയായാൽ കയറ്റി വിടണമെന്ന്. അയാൾ പറഞ്ഞു ഞായറാഴ്ച വരേണ്ടതായിരുന്നു, കയറ്റി വിടുകയല്ല, പുതിയ ഗേറ്റ് കീപ്പറുമായിരുന്നു. അയാൾ ആ ഗേറ്റിന് പുറത്ത് നിന്ന് അറിയാവുന്ന പോലെ പ്രാർത്ഥിച്ചു. തിരിച്ച് മലപ്പുറം വീട്ടിൽ പോയി. തിരിച്ച് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കിയപ്പോൾ 2 മുഴയും ചുങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു, അയാൾ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, എന്നെ ഇട്ടിട്ട് പോയ എൻ്റെ ഭാര്യ തിരിച്ചു വന്നു. ഇവൻ ധ്യാനം കൂടിയപ്പോൾ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവൻ വന്നു പറഞ്ഞു, എനിക്കൊരു ചെറിയ സർക്കാർ ജോലി കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഇവൻ വന്ന് ധ്യാനം കൂടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വരദാനമാണ് ധ്യാനം കൂടുന്നവർക്ക് ലഭിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനാവരം. നമുക്ക് ചുറ്റുമുള്ള അനേകായിരം പേർക്ക് വേണ്ടി, 1000-10,000 പേർക്ക് വേണ്ടി ഓർക്കുമ്പോഴൊക്കെ മധ്യസ്ഥം വഹിക്കുക. ഞാൻ ഈയിടെ ഒരു പരിശീലനം കൊടുക്കുകയുണ്ടായി. കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നിങ്ങളുടെ ഒരു കരം ചങ്കിൽ വെക്കുക. എല്ലാവരും ഒരു കരം ചങ്കിൽ വെച്ച് ഒരു കരം ഉയർത്തിപ്പിടിക്കുക. കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പാണെന്ന് കരുതുക. ഞങ്ങൾക്ക് ചുറ്റുമുള്ള, പറഞ്ഞേ, ഞങ്ങൾക്ക് ചുറ്റുമുള്ള 1000-10,000 പേരെ, 1000-10,000 പേരെ കർത്താവായ യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴും ഈ പ്രാർത്ഥന പരിശീലിക്കാം. ചുറ്റുമുള്ള 1000-10,000, അത് 20,000 ആകാം, ഒരു 50,000 ക്രമേണ വർദ്ധിപ്പിക്കും. കാരണം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിച്ചേരണമെന്ന് ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്, തിരുമനസ്സായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 3:6 The whole mankind will see the salvation of our God. ലോകം മുഴുവൻ ദൈവത്തിൻ്റെ രക്ഷ പ്രാപിക്കണം. ആരിലൂടെ? ത്രൂ ഓൾറെഡി ബിലീവേഴ്സായ നമ്മിലൂടെ, ഇതിനകം വിശ്വാസികളായ നമ്മളിലൂടെയാണ് ഈ ലോക സുവിശേഷീകരണം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടിമുഴക്കമാണല്ലോ അല്ലേ? ആണോ? അതിന് പറ്റിയൊരു വചനം പറയാം. പെരുമഴയെ തടയാൻ പറ്റിയൊരു വചനം വെളിപാട് 11:6. ഒന്ന് പറഞ്ഞോ. വെളിപാട് 11:6. പ്രവചനകാലത്ത് വചനപ്രഘോഷണ കാലത്ത് മഴ പെയ്യാതെ ആകാശമടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. പ്രവചനകാലത്ത് ഇനി ബ്രാക്കറ്റിൽ എൻ്റെ വിശദീകരണം, വചനപ്രഘോഷണ കാലത്ത് മഴ പെയ്യാതെ ആകാശമടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. 3 പ്രാവശ്യം 2-3 കൂടി ഏറ്റി ചൊല്ലിയിട്ട് ഇതുകൂടെ പറയുന്നതാണ്. ദൈവവചനത്തിന്റെ അനന്തശക്തിയാൽ, യേശുനാമത്തിന്റെ അനന്തശക്തിയാൽ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരാനിടയുള്ള പെരുമഴയും ഇടിവെട്ടും അപ്രത്യക്ഷമാകട്ടെ. എങ്ങനെ? യേശുനാമത്തിന്റെ അനന്തശക്തിയിൽ, കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതയിൽ. നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ അത്യത്ഭുതകരമായിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ ഈ പ്രകൃതിയുടെ രൂപഭാവങ്ങൾ നമുക്ക് അനുകൂലമായി തരുന്നത് അനേകം പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്ന് കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അപ്പോൾ നമ്മുടെ ഈ കരിസ്മാറ്റിക് കൺവെൻഷൻ അനശ്വരമാക്കാനുള്ള ഒരു ഫോർമുലയാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾ നല്ലൊരു നോട്ട്ബുക്കിലോ മേശപ്പുറത്തൊരു കടലാസിലോ എഴുതി വെക്കുക. 4000 ഗുണം 10 ഇപ്പം എത്രയായി? 40,000. അതിൻ്റെ താഴെ 4000 ഗുണം 100 ഇപ്പോൾ എത്രയായി? 4 ലക്ഷം. 4000 ഗുണം 1000 എത്രയായി? അത്രയും പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത്രയും പേർക്ക് നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവം കേൾക്കും. അവർക്ക് പാപമോചനവും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും ദൈവസ്നേഹാനുഭവവും അതോടൊപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. കാരണം എന്താണ്? വിശ്വാസമില്ലാത്ത മനുഷ്യർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കണ്ടാൽ വിശ്വാസമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയോട് ചേർത്ത് അവസാനമാണെങ്കിലും നിർബന്ധപൂർവം നമ്മൾ പറയേണ്ട ഒന്നുണ്ട്. സാമ്പത്തിക തകർച്ചയുള്ളവർക്ക് മോചനം നൽകണമേ, ദാരിദ്ര്യ പീഡയിൽ നിന്ന് മോചിപ്പിക്കണമേ. ഫിലിപ്പിയർ 4:19 എന്താ പറയുന്നത്? എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 6 വർഷത്തോളം കരിസ്മാറ്റിക് ടീമുകളിലൂടെ ധ്യാനം നടത്താൻ പങ്കുചേരുകയും അങ്ങനെ അതിനുശേഷം 1984 കോട്ടയിലെ ധ്യാന മന്ദിരത്തിലേക്ക് ട്രാൻസ്ഫർ ആക്കുകയും ചെയ്ത ശേഷം അതിനുശേഷമാണ് 60 പേർക്കുള്ള ധ്യാന മന്ദിരത്തിൽ 600 പേര് വരെ വരാൻ തുടങ്ങിയത്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അഭിഷേക ശക്തി ദൂരങ്ങളിലേക്ക് വ്യാപരിക്കും. ഒരിക്കൽ പാറ്റ്നയിൽ നിന്ന് ഒരു കന്യാസ്ത്രീ വിളിച്ച് കന്യാസ്ത്രീയുടെ കുടുംബം തിരുവനന്തപുരത്ത് ഉള്ള ആങ്ങളോട് ചോദിച്ചു, രാത്രിയിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ഒരു സ്വരം കേട്ടു, ഗോ ടു പോട്ട. എന്താണ് ഈ പോട്ട എന്ന് പറഞ്ഞാൽ? അപ്പോൾ ആങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു പുതിയ ശുശ്രൂഷ പോട്ടയിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ആ സിസ്റ്റർ വന്ന് ധ്യാനം കൂടി വചന പ്രഘോഷകയായി. ഞങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പലപ്പോഴും ഞങ്ങൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വരുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ സന്യാസഭയിൽ 7000 അംഗങ്ങൾ ഉണ്ടെന്ന് കരുതുക. ഈ 7000 അംഗങ്ങളും എന്നെങ്കിലും 1000 പേർക്ക് പലപ്പോഴായി 1000 2000 പേർക്ക് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ കടമയുണ്ട്. അനേക ലക്ഷം പേരുടെ പക്കലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആന്തരിക സൗഖ്യവും വചനാഭിഷേകവും എത്തിച്ചു കൊടുക്കുവാൻ ഈ 4000 പേര് വരുന്ന കരിസ്മാറ്റിക് കൺവെൻഷനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് കാലത്ത് ഡാനിയൽ അച്ഛൻ വന്ന് നല്ല ഒരു വചനപ്രഘോഷണം നടത്തി. ഉടനെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ നിന്നാണ് ഞാനൊരു സംഭവം അറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ സംഘർഷം നടക്കുന്നു, ആരും പള്ളിയിൽ വരുന്നില്ല. 2-3 അച്ഛന്മാരെ ഓടിച്ചു വിട്ടു. അവസാനം ബിഷപ്പ് ഡാനിയൽ അച്ഛനെ ആക്കി. പക്ഷെ ആരും പള്ളിയിൽ വരുന്നില്ല. അച്ഛനുള്ള ധ്യാന ഗുരുക്കന്മാരുടെ എല്ലാം ഫോൺ വിളിച്ചു, ആരും ഫോൺ എടുക്കുന്നില്ല. ഒരിക്കലും ഫോൺ എടുക്കാത്ത ഞാൻ മാത്രം ഫോൺ എടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഡാനിയൽ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ നിന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞാനത് എൻ്റെ ഓർമ്മയിലില്ലായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ ബൈബിള് തുറക്കാൻ ഞാൻ പറഞ്ഞു അത്രേ. അദ്ദേഹം തുറന്നപ്പോൾ സങ്കീർത്തനം 110 കിട്ടിയത്. 110:1 മുതൽ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. അദ്ദേഹത്തിന് കോളേജിൽ പഠിപ്പിക്കുന്ന സമയം അത്യാവശ്യം കഴിഞ്ഞ് ആദ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ഇത്രയും ദൂരം നിന്ന് വന്നിട്ട് ഈ വചനവും കൊടുത്തു വിട്ടപ്പോൾ അദ്ദേഹം പിന്നീട് സമയം കിട്ടുമ്പോഴെല്ലാം വിശുദ്ധ കുർബാന എഴുന്നേറ്റുള്ള മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്?
കർത്താവ് സിയോനിൽ നിന്നിൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോലയ്ക്കും ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. അത്ഭുത പ്രവർത്തനപരവും മറ്റനേകം വരങ്ങൾ ഡാനിയേലച്ചന് കിട്ടി. ഹല്ലേലൂയ. എതിർത്ത് നിന്ന ആൾക്കാരെ കർത്താവ് കൊണ്ടുവരുന്നു. 2000 കൊല്ലമായിട്ട് ഈശോ നമുക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും മധ്യസ്ഥം വഹിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുമ്പിൽ നാം ചെല്ലുമ്പോൾ ഏതാനും നിമിഷം നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമ്മളെക്കാൾ തകർച്ചയുള്ള അനേകായിരം അനേക ലക്ഷം പേർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നേടിക്കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദി ലോർഡ്.